ഞാൻ ഫാദർ യേശുദാസ് കൊടിവീട്ടിൽ, ആലപ്പുഴ രൂപതയിലെ വൈദികനാണ്. ഇപ്പോൾ പള്ളിത്തോട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഇടവകയുടെ വികാരിയാണ്. ഞങ്ങളുടെ പള്ളി നിർമ്മാണത്തിലാണ്. ദിവ്യകാരുണ്യനാഥനെക്കുറിച്ച് സംസാരിക്കുവാനുള്ള ഈ പുണ്യനിമിഷങ്ങൾ ഏറ്റവും അനുഗ്രഹദായകമായി മാറുകയാണ്. ഇത് കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദിവ്യകാരുണ്യനാഥൻ്റെ വലിയ കൃപകൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ നിറഞ്ഞ് കവിയട്ടെ. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ ഇപ്പോൾ തന്നെ ആശീർവദിക്കുന്നു. അനുഗ്രഹദായമാകട്ടെ ഈ എപ്പിസോഡെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ദിവ്യകാരുണ്യമായി പരിചയപ്പെടുന്നത് എനിക്ക് തോന്നുക ഓരോ വ്യക്തിയും അവരുടെ അമ്മയുടെ കരങ്ങളിലിരുന്നു കൊണ്ടായിരിക്കും. അമ്മയുടെ കരം പിടിച്ച് ആലയത്തിൽ പോകുന്നതും ദിവ്യകാരുണ്യനാഥൻ്റെ ആരാധനയിൽ പങ്കുകൊള്ളുന്നതുമൊക്കെ ബാല്യകാലത്തെ നല്ല ഓർമ്മകളാണ്. ഈശോയെ സ്വീകരിക്കാൻ ഞാൻ സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ച് വെള്ളാപ്പള്ളി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ആലപ്പുഴയിലുള്ള ആ പള്ളിയിൽ ഞങ്ങൾ കുഞ്ഞുങ്ങൾ ദിവ്യകാരുണ്യനാഥനെ ആദ്യമായിട്ട് സ്വീകരിക്കാനായിട്ട്, പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിനായിട്ട് ഞങ്ങൾ കൂട്ടമായിട്ട് നടന്നു പോകും. 2 മാസത്തെ ഒരുക്കമാണ് അന്ന്. ഒരുപാട് സ്നേഹത്തോടെ ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കാനായി ഒരുങ്ങിയ ആ കാലഘട്ടമാണ് മനസ്സിലേക്ക് വരുന്നത്. ഇപ്പോഴും ഞാൻ എൻ്റെ ഇടവപ്പള്ളിയിൽ പോകുമ്പോൾ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഞങ്ങളുടെ ആ ഒരുമിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച ആ കൂട്ടായ്മയുടെ ഫോട്ടോ കാണാനാണ് എനിക്കിഷ്ടം. മറ്റെന്തിനേക്കാളും അത് പോയി നോക്കാനാണ് ഇഷ്ടം. ദിവ്യകാരുണ്യനാഥനെക്കുറിച്ച് ആ കുഞ്ഞ് ക്ലാസ്സുകളിൽ കേട്ട കാര്യം, അന്ന് വിശുദ്ധർ അവരെ സ്വീകരിച്ച, ഒരുപാട് സ്നേഹത്തോടെ ഈശോയെ സ്വീകരിച്ച കൊച്ചു ത്രേസ്യ, ഇമ്മൾഡ തുടങ്ങിയ വിശുദ്ധ വ്യക്തിത്വങ്ങളുടെ അനുഭവങ്ങൾ കേട്ടാണ് ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ തുടക്കം. ഈ ദിവ്യകാരുണ്യനാഥനെ എൻ്റെയും സ്വന്തമാക്കണമെന്നുള്ള ചിന്ത മനസ്സിലേക്ക് തരുന്നത് ബാല്യകാലാനുഭവമാണ്. എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകുന്നൊരു ശീലം, അമ്മയുടെ കരം പിടിച്ച് പോകുന്നൊരു ശീലം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നത് ഈശോയെ, ദിവ്യകാരുണ്യനാഥനെ ഒരുപാട് അടുത്തറിയാൻ ഇടയാക്കിയ അനുഭവമാണ്. ഈശോ എന്നും കൂടെ നടക്കുന്നു. ദിവ്യകാരുണ്യമാകുമ്പോൾ 2 തരത്തിലാണല്ലോ ഈശോ നമുക്ക് അനുഭവമാകുന്നത്. ഇതാ യോഹന്നാൻ്റെ 6:57 പറയുകയാണ്, എന്നെ സ്വീകരിക്കുന്നവൻ എൻ്റെ ഉള്ളിലും ഞാൻ അവൻ്റെ ഉള്ളിലും വസിക്കും. ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമുക്ക് മനസ്സിലാകും. എന്നാൽ നമ്മളെങ്ങനെയാണ് ഈശോയുടെ ഉള്ളിലേക്ക് കയറിപ്പോവുക? അതാണ് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവം. നമ്മൾ ദൈവത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. ആ ഒരു അനുഭവമാണ് ഈശോയെ സ്വീകരിക്കുമ്പോൾ എനിക്കും നിനക്കും ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ, ഇതാ വിശുദ്ധ ജോൺ മേരി വിയാനി പുണ്യവാളൻ പറഞ്ഞതിൻ്റെ സാങ്കത്യം നമുക്ക് മനസ്സിലാകും. ദിവ്യകാരുണ്യനാഥനെക്കുറിച്ച് പറയുമ്പോൾ, ദിവ്യബലിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, പുരോഹിത, നീ എന്താണ് ചെയ്യുന്നത്, നീ അർപ്പിക്കുന്ന കാര്യം എന്താണെന്ന് നീ അറിഞ്ഞാൽ നീ ചങ്കുപൊട്ടി ചത്തുപോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയും മഹനീയമായ കാര്യമാണ് ഈശോ ദിവ്യകാരുണ്യമായി നമ്മുടെ ഉള്ളിൽ വരിക എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമുക്ക് ദിവ്യകാരുണ്യനാഥനെ സ്നേഹിക്കാം. ഈശോയുടെ കൂടെ ആയിരുന്നാൽ, ഈശോയുടെ സാന്നിധ്യത്തിലായിരുന്നാൽ നിൻ്റെ ജീവിതം മാറി മറിയുമെന്നതിന് ഒരു സംശയവും വേണ്ട. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.
2002 ഞാൻ അർത്തിങ്കിലടുത്തുള്ള ചേന്നവേലി എന്ന് പറയുന്ന ഇടവകയിൽ വികാരിയാകുന്നത്. ഞാൻ ആദ്യമായിട്ട് വികാരിയാകുന്ന പള്ളിയാണത്. 2005 ദിവ്യകാരുണ്യ വർഷമായിരുന്നു. ദിവ്യകാരുണ്യ വർഷം രാത്രി ആരാധന നടത്താം എന്ന് ഞങ്ങൾ ഇടവകയിൽ തീരുമാനിച്ചു. അങ്ങനെ രാത്രിയിൽ മുഴുവൻ ഈശോ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുന്ന 2ാം ശനിയാഴ്ച രാത്രികളിൽ രാത്രി 8 മണി മുതൽ വെളുപ്പിനെ 5:30 മണിക്കുള്ള കുർബാന സമയം വരെ ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കണം എന്ന ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുകയും അത് ഞങ്ങൾ അനുവർത്തിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അത് വളരെ അത്ഭുത അടയാളങ്ങൾക്ക് ഇടയാക്കിയ ആരാധന ആയിരുന്നു. ഒരിക്കൽ ഞങ്ങൾ രാത്രിയിൽ 12 മണിക്ക് എല്ലാ ലൈറ്റുകളും ഓഫാക്കും. ഈശോയ്ക്ക് മാത്രം പ്രകാശം കൊടുത്ത് ഞങ്ങൾ 1 മണിക്കൂർ ഇടവക ജനം മുഴുവനും ഉച്ചത്തിൽ സ്തുതിക്കും. ഒരുപാട് അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ അനുഭവങ്ങളാണ് ആ ഇടവകയിൽ ഉണ്ടായത്. ആ ഇടവക പള്ളി റെനോവേറ്റ് ചെയ്യപ്പെട്ടു. ഒരു കാലഘട്ടത്തിൽ കടലിൽ തീരെ മത്സ്യമില്ലാതിരുന്ന ഒരവസരത്തിൽ ദൈവജനം എന്ന് പറഞ്ഞു വെച്ചാൽ കടൽ കരിഞ്ഞു കിടക്കുകയാണ്, നമുക്ക് ഒരു പ്രാർത്ഥന നടത്തണം. പെട്ടെന്ന് ദിവ്യകാരുണ്യ വർഷമായതുകൊണ്ട് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചു, ഈശോയെ എഴുന്നള്ളിച്ചുകൊണ്ട് കടപ്പുറത്തോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ ഒരു ദിവ്യകാരുണ്യ പ്രദക്ഷിണം കടപ്പുറത്തേക്ക് വയ്ക്കുകയാണ്. അടുത്ത് തന്നെയാണ് കടൽ. ഒരു ഏതാണ്ട് 600 മീറ്റർ ആണ് കടലിലേക്കുള്ളത് ആ പള്ളിയിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ആഘോഷമായിട്ട് ദിവ്യകാരുണ്യനാഥനെ ഒരു കാനപ്പിയുടെ താഴത്ത് ദിവ്യകാരുണ്യനാഥനെ ദൈവജനം എഴുന്നള്ളിച്ച് ആരാധനയോടെ കടലിൽ എൻ്റെ തീരത്തുണ്ടാക്കിയ ഒരു പീഠത്തിന്മേൽ ദിവ്യകാരുണ്യനാഥനെ പ്രതിഷ്ഠിച്ച് ദൈവജനം മുഴുവനും മുട്ടിന്മേൽ നിന്നും കമിഴ്ന്നു കിടന്നും ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച് പ്രാർത്ഥിച്ചു. കടലിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, കടലിനെ നിൻ്റെ സമൃദ്ധിയാൽ സമ്പന്നമാക്കണമെന്ന് പ്രാർത്ഥിച്ചു. പ്രിയ ദൈവജനമേ, അടുത്ത ദിവസം പിറ്റേ ദിവസം ജനത്തെയും ഞങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കടലിൽ നിന്ന് കരയിലേക്ക് മീൻ അടിഞ്ഞ് കയറി. അതുവരെ ഒരു പണിയില്ലായിരുന്ന ആ തീരത്ത് 2 ആഴ്ച ചാകര പോലെയായിരുന്നു. നിറയെ മത്സ്യ സമ്പത്ത് കൊണ്ട് ആ നാടിനെ ദിവ്യകാരുണ്യനാഥൻ സമ്പന്നമാക്കി. എത്രയോ മധുരതരങ്ങളായ ഓർമ്മകളാണ് ദിവ്യകാരുണ്യനാഥനുമായിട്ട് ഉള്ളത് നമുക്കെല്ലാവർക്കും. മറ്റൊരിക്കലും ഞാൻ ഈശോ ആദ്യമായിട്ട് ഞാൻ ദിവ്യകാരുണ്യത്തിൽ കണ്ട ഒരു അനുഭവം ഉണ്ട് എനിക്ക്. അതായത് ഈശോയുടെ കണ്ണാണ് കാണുന്നത്. അതായത് രാത്രി ആരാധന ഞങ്ങളിങ്ങനെ ഈശോ എഴുന്നള്ളിച്ച് 1 മണിക്കൂർ നേരം ഇങ്ങനെ ഞാൻ മുട്ടിന്മേൽ ഈശോയുടെ മുമ്പിൽ നിന്ന് സ്തുതിച്ചുകൊണ്ട് ഈശോയെ തന്നെ നോക്കി ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കണ്ണെനിക്ക് കാണാം ആ ദിവ്യകാരുണ്യത്തിൽ. അപ്പം ഞാൻ ആ കണ്ണിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഈശോ എൻ്റെ ഒരു തോന്നലാണ്. അപ്പോൾ രാത്രിയൊക്കെയാണ്, ഏതാണ്ട് 12:30 സമയമാകുന്നു. അപ്പോൾ ഞാനത് സംശയിച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ്, ഇത് നിൻ്റെ കണ്ണാണോ? ഇത് എന്നെ ഒന്ന് അടച്ച് തുറന്ന് കാണിക്കാമോ എന്ന് ഞാൻ ചോദിച്ചു ഈശോയോട്. പ്രിയ ദൈവജനമേ, ഞാൻ ഞെട്ടിപ്പോയി. ഈശോ എൻ്റെ കണ്ണടച്ച് തുറന്നു. അതൊരു സ്വപ്നമല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈശോയെ ഞാനിങ്ങനെ ഒരു കാണുന്നത്, ഈശോയുടെ കണ്ണ് കാണുന്ന ഒരു അനുഭവം എനിക്ക് ആ ആരാധനയിൽ ആ രാത്രി മുഴുവൻ ആരാധിക്കുമ്പോൾ അനുഭവവേദ്യമായി. ഒരുപാട് പേര് സൗഖ്യത്തിൻ്റെയും കുടുംബസമാധാനത്തിൻ്റെയും അനേകം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അനുഭവം ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ സംഭവിച്ചുവെന്ന്, പ്രത്യേകിച്ച് രാത്രി ആരാധനയിൽ ഉറക്കം ഇളച്ചിരുന്ന ജാഗരണം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകളിൽ ഒരുപാട് അനുഭവങ്ങൾ പറയുമായിരുന്നു. പ്രിയമുള്ളവരെ, ഈശോയുടെ കൂടെ ഈശോ പറയുന്നത് 1 മണിക്കൂർ എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ നിനക്ക് സാധിച്ചില്ലേ? മത്തായിയുടെ സുവിശേഷം 26:40 പറയാണല്ലോ, നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ കൂടെ രാത്രിയും പകലും ആരാധനയിലായിരുന്നാൽ ജീവിതം മാറുകയാണ്. അൾത്താരയിൽ പൂജ്യ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. അൾത്താരയിൽ പൂജ്യ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി
എൻ്റെ സ്വന്തം വിശുദ്ധ കൊച്ചുത്രേസ്യയാണ്. ദിവ്യകാരുണ്യനാഥൻ്റെ ശ്രേഷ്ഠ പുത്രിയായിരുന്നു ഈ കുഞ്ഞു വിശുദ്ധയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചെറുപ്പം മുതൽ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ലിറ്റിൽ വേ അസോസിയേഷനിലൊക്കെ പ്രവർത്തിക്കാൻ ഇടയായിട്ടുണ്ട്. പുണ്യവതി പറയുന്ന ഒരു കാര്യമുണ്ട്. ദിവസേനയുള്ള 2 മണിക്കൂർ നേരത്തെ ദിവ്യകാരുണ്യ ആരാധനയിൽ ഒരിക്കൽ പോലും എനിക്ക് ഈശോയെ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. എങ്കിലും അവൾ പറയും, എനിക്കറിയാം അത് ഈശോയാണ്, ഞാൻ ഈശോയെ നോക്കിയിരിക്കുമെന്ന്. പ്രിയമുള്ളവരെ, 2016 മുതൽ 19 വരെ അയർലൻഡിലെ ഹ്യൂം അതിരൂപതയിൽ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. അവിടെ ആയിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് കൊച്ചുത്രേസ്യയെ ഭയങ്കര ഇഷ്ടമാണ്. നവമാലിക എന്ന പുസ്തകം വായിക്കുമ്പോൾ അതെനിക്ക് പൂർണ്ണമായിട്ട് ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാൻ പറ്റാതെ ഇരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിരുന്നു. ഒരു കുറച്ച് പേജ് വായിക്കാൻ ഇരുന്ന് കരയും. കാരണം ഇതെങ്ങനെയാണ് ഈ പുണ്യവതി ഈശോയെ സ്നേഹിച്ചത്, എന്തൊരു സ്നേഹമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പുണ്യവതിയോടുള്ള സ്നേഹം പുണ്യവതിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് അവളുടെ ഭവനത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. ലിസ്യുവിൽ പോകാൻ എനിക്കിടയായി. ലിസ്യുവിൽ പോയി അവൾ ജീവിച്ച ആ ഭവനത്തിൽ അവിടെ മുട്ടിൻവേലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യനാഥനെ അതിമാത്രം സ്നേഹിച്ച ആ പുണ്യവതി ആയിരുന്ന കോൺവെൻറ്റിൽ പോയി കുർബാന ചെല്ലാനും അവൾ ഈശോയെ ആദ്യമായിട്ട് ദിവ്യകാരുണ്യം സ്വീകരിച്ച വസ്ത്രങ്ങളെല്ലാം കാണാനും, അങ്ങനെ ദിവ്യകാരുണ്യനാഥൻ്റെ പ്രിയപുത്രിയായ ഈ പുണ്യവതിയുടെ അടുക്കൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ ഇങ്ങനെ സ്നേഹിച്ചാൽ പോരാ, ആഴത്തിൽ ഈശോയെ സ്നേഹിക്കാൻ എനിക്ക് പറ്റണം, എനിക്ക് ഈശോടുത്ത് ഇരിക്കാൻ പറ്റണം. അപ്പോൾ എനിക്ക് ഒരുപാട് സമയമൊന്നും ഈശോ എടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ ചേന്നവേലി പള്ളിയിലായിരുന്നപ്പോൾ മുതൽ 1 മണിക്കൂർ പ്രഭാതത്തിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഇരിക്കുമായിരുന്നു. അല്ലാതെ കൂടുതൽ സമയം ചിലവഴിക്കാൻ പറ്റാത്ത തിരക്ക് പിടിച്ച ജീവിതം എന്നൊക്കെ നമ്മൾ വെറുതെ കള്ളം പറയാറുണ്ടല്ലോ. നമുക്ക് ഭയങ്കര തിരക്കാണെന്നാണ് നമ്മൾ പറയുന്നത്. ഈശോ എടുത്തിരിക്കാൻ നമുക്ക് സമയമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഒരു കള്ളാണ്. നമുക്കൊരു തിരക്കുമില്ല. നമുക്ക് ആവശ്യമാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഈശോയുടെ കൂടെ ഇരിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാം. ഞാൻ ഈ പുണ്യവതിയുടെ അടുക്കൽ പോയി തിരിച്ച് വരുമ്പോൾ മെൻലോക്ക്, ഷ്കെഹാന എന്ന 2 പള്ളികളുടെ ഉത്തരവാദിത്തമാണ് അവിടുത്തെ അഭിമന്യ മൈക്കിൾ പിതാവിനെ ഭരമേൽപ്പിച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ, അവിടെ ആയിരിക്കുമ്പോൾ ഞാൻ പറയുന്നു, ഈ പുണ്യവതിയുടെ മാധ്യസ്ഥം എനിക്ക് ഒരുപാട് സഹായകമായി. 2 പള്ളിയിലും ദിവ്യകാരുണ്യ ആരാധനയുണ്ട്. വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലും പ്രാർത്ഥനാ സന്നിധിയിലും ഈശോ എടുത്ത് ഏറെ നേരം മണിക്കൂറുകൾ ഈശോ എടുത്തിരിക്കാൻ എനിക്ക് ഈ പുണ്യവതിയുടെ മാധ്യസ്ഥം വളരെ സഹായകമായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദിവ്യകാരുണ്യനാഥനെ അതിമാത്രം സ്നേഹിച്ച ഈ പുണ്യവതിയുടെ മാധ്യസ്ഥം എൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ അയർലൻഡിലെ ശുശ്രൂഷ ഒരുപാട് വചന ശുശ്രൂഷയും ഒക്കെയായി, ഒരുപാട് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയായി പരിവർത്തിക്കപ്പെടാനിടയായി. അത് ഈശോ എടുത്ത് ഇരിക്കാനുള്ള കൃപയാണ് എനിക്ക് ആ നാട് തന്നത്. പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട നോക്കിൽ 2 മാസം ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈശോയുടെ കൂടെ എത്ര നേരം ഇരുന്നാലും മടുപ്പില്ലാതെ ഇരിക്കുവാനുള്ള വലിയ കൃപയാണ്, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഇരിക്കാനുള്ള വലിയ കൃപയാണ് ആ നാട് തന്ന് എന്നെ അനുഗ്രഹിച്ചത്. തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയാമോ? നിന്നിൽ നിന്ന് ഈശോ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അത് ഈശോയുടെ കൂടെ ആയിരിക്കാനാണ്. ലൂക്കായുടെ സുവിശേഷം 10:38-42 തിരുവചനങ്ങളിൽ ഈശോ മാർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ വരുന്ന കാര്യം പറയുമ്പോൾ മാർത്ത വന്ന് പരാതി പറയുന്നുണ്ടല്ലോ, ഈശോയെ മറിയം എന്നെ സഹായിക്കാൻ പറയൂ. അപ്പോൾ ഈശോ പറയുകയാണ്, മാർത്ത നീ അനേക കാര്യങ്ങളിൽ വ്യാപൃതയാണ്, കരണീയമായിട്ട് ഒന്നേ ഉള്ളൂ, ആവശ്യമുള്ളത് ഒന്നേ ഉള്ളൂ, അത് മറിയം തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. അത് അവളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല. നമ്മളവരെ ഒരുപാട് വചനഭാഗമുണ്ട് ഈശോ
നമ്മളുടെ കൂടെ ആയിരിക്കാനും ഈശോയുടെ കൂടെ നമ്മളായിരിക്കാനും പറഞ്ഞുകൊണ്ടുള്ളത്. ഈശോ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ സാന്നിധ്യമാണ്, നമ്മുടെ സാമീപ്യമാണ്. ഈശോയ്ക്ക് നമ്മുടെ കൂടെ ആയിരിക്കാൻ കൊതിയാണ്. അതാണല്ലോ സ്വർഗം വിട്ടവൻ താഴേക്ക് ഇറങ്ങി വന്നതുപോലെ. ഞാൻ ഈ പള്ളിത്തോട് പള്ളിയിൽ വരുമ്പോൾ എനിക്കൊരു പള്ളിയില്ല. എൻ്റെ ഇടവപ്പള്ളി അടച്ചു കിടക്കുകയാണ്. അടച്ചു കിടക്കുന്ന പള്ളി നോക്കി അവിടെ ഒരു കുർബാനയും ചൊല്ലാൻ പറ്റത്തില്ല. ഒരു കുർബാന നടക്കുന്നത് കടത്തുകടവെന്ന് പറയുന്ന ഒരു കായൽ തീരത്തുള്ളൊരു കുഞ്ഞു പള്ളിയിലാണ്. 100 പേർക്ക് പോലും നിൽക്കാൻ സാധിക്കാത്ത ഒരു കൊച്ചു കപ്പേള. അവിടെയാണ് ഞങ്ങൾ 5800 പേർക്ക് കുർബാന അർപ്പിക്കേണ്ടത്. ഈ ഒരു വല്ലാത്ത വേദനയുടെ സാഹചര്യത്തിലാണ് ഞാനിവിടെ വരുന്നത്. എന്താണ് പള്ളിയില്ല എന്ന് ഞാൻ പറഞ്ഞത്? 143 വർഷം പഴക്കമുള്ളൊരു പള്ളിയുണ്ട്. പക്ഷേ അത് കാലപ്പഴക്കം കാരണം അത് ഏതാണ്ട് കാലഹരണപ്പെട്ടിരിക്കുന്നു. അതിൽ ഇനി ശുശ്രൂഷകൾ നടത്തരുതെന്ന് സ്ട്രക്ചറൽ എൻജിനീയേഴ്സ് പറഞ്ഞതുകൊണ്ടാണ് പള്ളി അടച്ചിടുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ ആലയം എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഞങ്ങളങ്ങനെ കമ്മിറ്റിയിൽ തീരുമാനിച്ചു, നമുക്ക് ഒരു ഓഡിറ്റോറിയം പണിതിട്ട് അത് നമുക്ക് പള്ളിയായിട്ട് ഉപയോഗിക്കാം, പിന്നീട് നമുക്ക് പള്ളി പണിയാം. അതെല്ലാവർക്കും സ്വീകാര്യമായി തോന്നി. ഞങ്ങളങ്ങനെ അതിനുള്ള കാര്യങ്ങൾ മുൻപോട്ട് നീക്കുമ്പോൾ ഞങ്ങൾ കർത്താവിൻ്റെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ ശരണപ്പെട്ടു. സന്നിധിയിലിരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ ഈശോ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയുടെ കൂടെ ഇരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ പ്രത്യേകമായിട്ട് രാവിലെയും വൈകുന്നേരവും ദിവ്യകാരുണ്യ ആരാധനയായിരുന്നു ഞങ്ങളുടെ ഒരു ശരണപ്പെടൽ. ദിവ്യകാരുണ്യനാഥിൽ ശരണപ്പെട്ടു. എൻ്റെ പ്രിയ ദൈവജനമേ, 99 ദിവസം കൊണ്ട് 8000 സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായ ഒരു ഓഡിറ്റോറിയം ഞങ്ങളിപ്പോൾ അത് പള്ളിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ചതുപ്പ് നിലത്ത് ഉയർന്നു വന്നു. ഇതാണ് ദിവ്യകാരുണ്യനാഥനിൽ നീ ശരണപ്പെട്ടു നിന്നാൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ അടയാളങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ കാണും. തീർന്നില്ല. ഇത് പണിതു ഞങ്ങളിവിടെ ശുശ്രൂഷ തുടങ്ങി. ദൈവാനുഭവം, ദൈവജനത്തിന് വന്നു നിൽക്കാൻ ഒരിടമായി, താൽക്കാലികമായ ഒരിടം. കർത്താവ് പുതിയ ആലയം പണിയാൻ ഞങ്ങളെ തന്നെ നിയോഗിച്ചു. അപ്പോൾ ഞങ്ങൾ കർത്താവിനെ അങ്ങോട്ട് പിന്നെയും സ്നേഹിച്ചു. പ്രാർത്ഥിക്കുന്ന ഒരു ജനസമൂഹമാണ് പള്ളിത്തോടുള്ളത്. അനേകം വൈദികരുള്ള, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കൃപാസനത്തിലെ VP ജോസഫ് വലിയ വീട്ടിലച്ഛനും IMSലെ പ്രശാന്ത് അച്ഛനുമൊക്കെ ഈ ഇടവകയുടെ മക്കളാണ്. ഈ ഇടവകയാണ് അവരുടെ സ്വന്തം ഇടവക. അനേകം വൈദികരുണ്ട്, അനേകം സിസ്റ്റേഴ്സുണ്ട്. അങ്ങനെ ദൈവവിളിയുള്ള ഒരു നാട് കൂടിയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ. ഇപ്പോൾ ചെയ്യുന്നത് പ്രിയമുള്ളവരെ, 2 മണി മുതൽ രാത്രി 8 മണി വരെ എല്ലാ ദിവസവും ദിവ്യകാരുണ്യ ആരാധനയാണ്. ഈ ആലയത്തിൽ ദിവ്യകാരുണ്യ ആരാധന നടക്കും. അതുകൊണ്ട് ഞങ്ങളുടെ പുതിയ പള്ളി വളരെ വേഗം കർത്താവ് ഞങ്ങൾക്ക് പണിത് തന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം അതിൻ്റെ റൂഫ് കയറും. 1 വർഷമായിട്ടില്ല ഞങ്ങൾ പണി തുടങ്ങിയിട്ട്. അപ്പോൾ പുണ്യാളുടെ പെരുന്നാളിന് ജനുവരിയിൽ ബെഞ്ചരിക്കണമെന്ന് പറഞ്ഞാണ് ഞങ്ങളിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് ഭൗമികമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒരു ആലയ നിർമ്മാണം എത്രയോ വലിയൊരു കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അതിദ്രുതം കർത്താവ് ഇടപെടുന്നത് കാണാം. അതുമാത്രമല്ല, അനേകം മക്കൾക്ക് വലിയ രോഗശാന്തികൾ, ക്യാൻസർ പോലെ രോഗങ്ങൾ മാറിപ്പോകുന്നത്. ഈശോയുടെ അടുത്ത് വന്നിരുന്നിട്ട് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നവരുണ്ട്. അനേകം ദൈവസ്പർശം ദൈവജനത്തിന് കിട്ടുന്നു. എൻ്റെ പ്രിയ ദൈവജനമേ, കർത്താവിൻ്റെ മുമ്പിൽ മുട്ടിൽ നിൽക്കുന്നവനെ, ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ മുട്ടിന്മേൽ നിൽക്കുന്നവനെ മറ്റൊന്നിൻ്റെയും മുമ്പിൽ മുട്ടുകുത്താൻ തമ്പുരാൻ ഇടയാക്കത്തില്ല. അവൻ കൂടെ നിൽക്കും. ഞാനുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമുക്കങ്ങനെ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കലും നമ്മളെ കൈവിട്ട് കളയാത്ത അവൻ്റെ കൂടെ ഒന്നിരുന്ന്, അതില്ലേ സങ്കീർത്തകൻ പറയുന്നത്, രുചിച്ചറിയൂ കർത്താവ് എത്ര നല്ലവനാണെന്ന്. എങ്ങനെയാണ് നമ്മൾ രുചിച്ചറിയുന്നത്? ഈ ബഹളം പിടിച്ച ലോകത്തിൽ കർത്താവിനെ രുചിച്ചറിയാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. ഈശോയോട് തിരിക്കണം. തമ്പുരാൻ്റെ വലിയ കൃപയാൽ 4-5 മണിക്കൂറൊക്കെ എല്ലാ ദിവസവും ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്നിരിക്കാൻ കർത്താവ് എനിക്ക് വലിയ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയുടെ കൂടെ ഇരിക്കുന്നത് വ്യക്തി ജീവിതത്തിലും കർത്താവിൻ്റെ ശുശ്രൂഷകളിലും എത്ര മധുരമായൊരു അനുഭവമാണ്. എത്ര കാര്യങ്ങളാണ് അവിടുന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. നമ്മൾ ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ടി വരികയില്ല. കർത്താവ് നടത്തുന്നതും അതും അത്ഭുതകരമായി നടത്തുന്നതും കാണും. ഈശോയുടെ അടുത്തിരുന്നുകൂടെ, അല്പനേരം ഈശോയുടെ കൂടെ ചിലവഴിച്ചുകൂടെ?
നിൻ്റെ ജീവിതത്തിൽ ശക്തമായ മാറ്റങ്ങൾക്ക് നീ സാക്ഷിയാകും. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ദിവ്യകാരുണ്യനാഥൻ എൻ്റെ കുടുംബത്തിൽ അത്ഭുതകരമായി ഇടപെട്ട ഒരു കുഞ്ഞിൻ്റെ ജീവൻ സ്നേഹത്തോടെ ഞങ്ങൾക്ക് തന്ന ഒരു ഓർമ്മയാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. എൻ്റെ അമ്മ ദിവ്യകാരുണ്യ ഭക്തിയായ അമ്മയാണ്. എല്ലാ ദിവസവും ഈശോയുടെ ബലി പങ്കുകൊള്ളുന്ന ആ അമ്മയുടെ മക്കൾ തമ്പുരാൻ്റെ വലിയ കൃപയാൽ എല്ലാ മക്കളും എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകുന്ന മക്കളായി മാറുവാൻ കർത്താവ് വലിയ സ്നേഹം കാണിച്ചു. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മൂത്ത മകൻ്റെ മൂന്നാമത്തെ കുട്ടി അവർക്ക് പാടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അത് ICT പോസിറ്റീവ് ആകും ആ കുഞ്ഞ്, അത് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവൾ ഗർഭവതിയായി. ഡോക്ടർമാർ ശക്തമായിട്ട് പറഞ്ഞു ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്തേ പറ്റൂ. വളരെ ഗൗരവതരമായ ശാരീരിക വൈകല്യങ്ങളോടെയായിരിക്കും കുഞ്ഞ് പിറക്കാൻ പോകുന്നത്. അവരെൻ്റെ അടുത്ത് ചോദിച്ചു, അച്ചങ്ക എന്തു ചെയ്യണം, ഇങ്ങനെയാണ് ഡോക്ടർമാർ പറയുന്നത്. ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണം. ഈ കുഞ്ഞിനെ തമ്പുരാൻ തരും. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇവനിപ്പോൾ സമർപ്പിക്കപ്പെടും. കർത്താവ് സ്നേഹത്തോടെ അവനെ പൊതിഞ്ഞു പിടിക്കും. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നീ പ്രസവിക്കും. അവൻ ആരോഗ്യത്തോടെ ഓടിച്ചാടി നടക്കുന്നത് നിങ്ങൾ കാണും. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് കുടുംബം മുഴുവനും ഈ കാരുണ്യനാഥനെ ആശ്രയിച്ച് ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ICT പോസിറ്റീവായി തന്നെ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വളർന്നു. ചിലപ്പോഴൊക്കെ നെഗറ്റീവ് ആകും, ചിലപ്പോഴൊക്കെ പോസിറ്റീവ് ആകും. പലതും ഡോക്ടർമാർ വഴക്ക് പറഞ്ഞു. പരിചയപ്പെടുന്ന സകല ഡോക്ടർമാരും സിസ്റ്റർ ഡോക്ടേഴ്സ് ഉൾപ്പെടെ പറഞ്ഞു ഇത് കഷ്ടമായിപ്പോയി, ഇങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കുടുംബം ദിവ്യകാരുണ്യനാഥനിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചു. മൂത്ത ജ്യേഷ്ഠൻ എല്ലാ ദിവസവും മണിക്കൂറുകൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചിലവഴിക്കുന്ന ആളാണ്. ഈശോ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവജനമേ, ആരോഗ്യമുള്ള ഡേവിഡ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു. കഴിഞ്ഞ 9-ാം തീയതി അവൻ്റെ 1ാം ജന്മദിനമായിരുന്നു. അവൻ ഓടി നടക്കുന്ന കാഴ്ച ആനന്ദത്തോടെ ഈ സംഭവം അവൻ്റെ അമ്മ അന്ന് ആ ബർത്ത്ഡേക്ക് വന്ന എല്ലാവരോടും പങ്കുവച്ചു. നിങ്ങൾ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് നിത്യസത്യ ദൈവം സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ആ തിരുസന്നിധിയിൽ വന്ന് സമർപ്പിച്ചാൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ടല്ലാതെ നീ ആ സന്നിധാനം വിട്ട് പോകില്ല. നീ ഇവിടെ ഇരിക്കുമ്പോൾ അമേരിക്കയിൽ അന്റാർട്ടിക്കയിലാണെങ്കിലും കർത്താവിൻ്റെ ഈ സ്നേഹ സാന്നിധ്യം അത്ഭുതം പ്രവർത്തിച്ചിരിക്കും. നിനക്കായി നിന്റെ ജീവിതത്തെ അവിടുന്ന് സ്പർശിച്ചിരിക്കും. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യകാരുണ്യനാഥൻ കനിഞ്ഞനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടവകയാണ് പള്ളിത്തോടിടവക. ഒരു കുടുംബം വളരെ വ്യഥയോടെ വന്ന് പറഞ്ഞു, അച്ഛാ ക്യാൻസർ രോഗമാണ്, ഞങ്ങളുടെ കുടുംബം വല്ലാതെ തകർന്നിരിക്കുകയാണ്, ഇതിൽ നിന്ന് എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. തകർന്ന് തരിപ്പണമായി വന്ന ആ കുടുംബം ദിവ്യകാരുണ്യ ആരാധനയിൽ, ഈ ആലയത്തിൽ നടക്കുന്ന ആരാധനയിൽ മുടങ്ങാതെ കണ്ണുനീരോടെ പങ്കെടുത്ത് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഈ രോഗപീഠ സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അത്ഭുതകരമായിട്ട് ഈ മാരക രോഗം ഒരു തരി പോലുമില്ലാതെ പൂർണ്ണമായി വിടുതൽ നൽകി ദിവ്യകാരുണ്യനാഥൻ അനുഗ്രഹിച്ചു. അങ്ങനെ എത്രയോ അനുഭവങ്ങളാണ്. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് അനേകം മക്കൾ ആകർഷിക്കപ്പെടാൻ തുടങ്ങി. ഒരുപാട് രോഗസൗഖ്യങ്ങൾ ഇടവകയിലെ ദൈവജനത്തിന് ലഭിക്കുവാൻ തുടങ്ങി. സാമ്പത്തിക മേഖലകളിൽ വിടുതൽ ലഭിക്കാൻ തുടങ്ങി. കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ മാറിപ്പോകാൻ തുടങ്ങി. പിരിയാൻ പോകുന്ന ദമ്പതികൾ
വീണ്ടും ഒരുമിച്ച് ചേർന്ന് വന്ന് ആരാധനയിൽ പങ്കുകൊള്ളാൻ തുടങ്ങി. അനേകം മക്കൾ, കുഞ്ഞു മക്കൾ, യുവതി യുവാക്കൾ ഡ്രഗ്സിൻ്റെയും മയക്കുമരുന്നിൻ്റെ, മദ്യപാനത്തിൻ്റെ പിടിയിൽ നിന്ന് വിമുക്തി നേടി അനുചിതമായ ബന്ധങ്ങളിൽ നിന്ന് ദിവ്യകാരുണ്യനാഥൻ മോചനം കൊടുത്തു. ഒരു പിടി അനുഗ്രഹങ്ങളുടെ അനുഗ്രഹ കത്തുകളാണ് ഈ ഇടവകയിൽ ദൈവജനത്തിന് എഴുതിത്തരാനുള്ളത്, വന്ന് പറയുന്നത്. അച്ഛാ, അത്ഭുതകരമായിട്ടാണ് ഈശോ ഇടപെടുന്നത്. ഇനി ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്ന് ഞാൻ വിട്ടുപോകില്ല, ഞാൻ ഈശോയുടെ സന്നിധിയിൽ പോകത്തില്ല, ഇനി എല്ലാ ദിവസവും ഞാൻ ഈ ആരാധനയ്ക്ക് വരുമെന്ന് പറയുന്ന അനേകം മക്കളെ കാണാൻ സാധിക്കും. ഞാൻ ഈ ഇടവകയിൽ വരുന്നപ്പോൾ എനിക്ക് ദിവ്യകാരുണ്യനാഥനോടുള്ള സ്നേഹം, നമ്മൾ പ്രിയ ദൈവജനമേ, ആ പണ്ട് ഈശോയ്ക്ക് കൊടുത്തിരുന്ന ഒരു വണക്കം, ആ ആരാധന കാലാന്തരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പണ്ട് കാലത്ത് ബഹുമാനപ്പെട്ട വൈദികർ ദിവ്യകാരുണ്യനാഥനുമായി വരുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, അത് വഴിയിലാണെങ്കിലും റോട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു വിശുദ്ധമായ പാരമ്പര്യമുണ്ടായിരുന്നു നമുക്ക്. നമ്മൾ ഈശോയെ അതിമാത്രം ആരാധിച്ച് സ്നേഹിച്ചിരുന്നു. അതെല്ലാം മൺമറഞ്ഞു പോയ ഒരു വേദന ഉണ്ടായിരുന്നു. ഈശോയ്ക്ക് കൊടുക്കേണ്ട ആരാധന കൊടുക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത എന്നിൽ ഒരിക്കൽ തമ്പുരാൻ എനിക്ക് അത്തരമൊരു ചിന്ത തന്നു. ഞാൻ എൻ്റെ ദൈവജനത്തോട് പറഞ്ഞു, നമുക്ക് ദിവ്യകാരുണ്യനാഥനെ നല്ലതുപോലെ സ്നേഹിക്കണം, അവനെ അത്രയേറെ ആരാധിച്ചു കൊണ്ട് വേണം നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലിരിക്കാൻ. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നമുക്കിനി മുതൽ ദിവ്യബലിയിൽ മുട്ടിന്മേൽ നിന്ന് നാവിൽ ഈശോയെ ഉൾക്കൊള്ളാം. ദൈവജനം അത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വീകരിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ഈ ആലയത്തിൽ ഞങ്ങൾ എല്ലാ ദിവസവും ദിവ്യബലിയിൽ മുട്ടിന്മേൽ നിന്ന് നാവിലാണ് ഈശോയെ സ്വീകരിക്കുന്നത്. അനുഗ്രഹങ്ങളുടെ പഗോഡയായിരുന്നു പിന്നീട്. ഒരുപാട് കൃപകളാണ് ദിവ്യകാരുണ്യനാഥനെ മുട്ടിന്മേൽ നിന്ന് നാവിൽ സ്വീകരിച്ച ദൈവജനത്തിന് കിട്ടിയത്. അത് ഈശോയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും മഹനീയമായ ഒരു ആരാധനയായിട്ട് തോന്നി. ദൈവമല്ലേ നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്, എങ്ങനെ ആരാധിച്ചാൽ മതിയാകും നമ്മുടെ ദൈവത്തെ? പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ ജീവിക്കുന്ന ദൈവമാണ്. നിന്റെ ജീവിതത്തിൽ ഇന്നും എന്നും അവൻ അത്ഭുതം പ്രവർത്തിക്കും. നിനക്ക് വിശ്വസിക്കാമോ? ഇത് വെറും ഒരു ഓസ്തിക്കഷ്ണമല്ല, പിന്നെയോ ദിവ്യ അപ്പം, സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ജീവൻ്റെ അപ്പം. നിനക്ക് നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിന്റെ ദൈവം അവൻ്റെ ഹൃദയം പറിച്ചു തരുന്നതാണ് ദിവ്യകാരുണ്യം. ഈ ദിവ്യകാരുണ്യമാണ്, നിന്റെ ദൈവത്തിൻ്റെ ഹൃദയമാണ് നീ നാവിൽ അനുദിനവും സ്വീകരിക്കുന്നെന്ന് ഓർത്താൽ തന്നെ സ്വർഗത്തിൻ്റെ മാലാഖാവൻ മുഴുവൻ ഇറങ്ങി വന്ന് നിന്നോടൊപ്പം ആയിരിക്കുന്നു. ആ സമയത്ത് ഓർത്താൽ തന്നെ ഈ സന്നിധി വിട്ട് നിനക്ക് പോകാൻ തോന്നില്ല. ദിവ്യകാരുണ്യനാഥൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നിന്നെയും തേടി വരും. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ അല്പസമയം ചിലവഴിച്ചു തുടങ്ങാമോ? കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ.